ഒരിക്കൽ മെത്രാനോട് പറഞ്ഞു, എന്തും ഒരാവശ്യത്തിലേക്ക് ആക്കണമെന്ന് നിർബന്ധമുള്ള ഇവിടുന്ന് എന്താ ഒരു ഉപയോഗമില്ലാത്തൊരു സ്ഥലം എന്തിനാ അങ്ങനെ വെക്കുന്നത്? പൂച്ചെണ്ടുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നല്ല പച്ചക്കറി വെച്ചുണ്ടാക്കണതല്ലേ എന്ന് ചോദിച്ചു. അതിന് മെത്രാൻ മറുപടി പറഞ്ഞത്, അതാ മഗ്ലോർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഉപയോഗമുള്ളവയെ കൊണ്ടെന്ന പോലെ ഭംഗിയുള്ളവയെ കൊണ്ടും ഉപയോഗമുണ്ട്. ഒരു സമയം അതിലധികമുണ്ട്. ഒരു തോട്ടപ്പണിക്കാരൻ ഗ്രഹിച്ചേക്കാവുന്ന വിധം അദ്ദേഹം ചെറുപ്രാണികളോട് വിരോധം കാണിക്കാറില്ല. എന്നല്ല, സസ്യശാസ്ത്രത്തിൽ തനിക്ക് വലിയ അറിവുണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു അഭിമാനവുമില്ലായിരുന്നു. അദ്ദേഹം ചെടികളെ പറ്റി പഠിച്ചില്ല, പുഷ്പങ്ങളെ സ്നേഹിച്ചു. അറിവുള്ളവരിൽ അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്, അറിവില്ലാത്തവരിൽ അതിലേറെ ബഹുമാനമാണ്. ഈ രണ്ട് ബഹുമാനത്തിനും കുറവ് വരുത്താതെ അദ്ദേഹം തകരം കൊണ്ട് ഉണ്ടാക്കിയ പച്ചച്ചായമിട്ടിട്ടുള്ള ഒരു നനപ്പാത്രത്തിൽ വെള്ളമെടുത്ത് വേനൽക്കാലത്ത് ദിവസം പ്രതി വൈകുന്നേരം തൻ്റെ പൂച്ചെടി തടങ്ങളൊക്കെ നനയ്ക്കും. ഒരു പട്ടാളക്കാരൻ്റെ മേലുദ്യോഗസ്ഥനായ ഒരു പട്ടാളക്കാരൻ്റെ ധീരത പോലെ മതാചാര്യൻ്റെ ധീരത എന്ന് ഒന്ന് ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ഞങ്ങളുടേത് കുറച്ചുകൂടി ശാന്തമായ ധീരതയാണ് മത ഉദ്യോഗസ്ഥന്മാരുടെ മെത്രാന്മാരുടെയൊക്കെ എന്ന് അദ്ദേഹം പറഞ്ഞു. മെത്രാൻ്റെ കിടപ്പറ വിവരിക്കുന്നത് പോലെ എളുപ്പമുള്ള പണി വേറെയില്ല. തോട്ടത്തിലേക്ക് അഭിമുഖമായി ഒരു ചില്ലുവാതിലുണ്ട്. അതിൻ്റെ എതിർഭാഗത്തായിട്ടാണ് കട്ടിൽ. പച്ച ചകലാസ് കൊണ്ട് മേൽക്കട്ടിയുള്ള ഒരു ആസ്പത്രി കട്ടിൽ. ആ കട്ടിലിൻ്റെ അടുക്കൽ ഒരു മറശ്ശീലയ്ക്ക് പിന്നിലായി ചമയൽ സാമാനങ്ങൾ വെച്ചിരിക്കുന്നു. ഒരു പരിഷ്കാരിയുടെ മോടിയും അന്തസ്സും ഉള്ള സമ്പ്രദായം മുഴുവൻ വിട്ടുപോയിട്ടില്ല എന്ന് അവ സൂചിപ്പിച്ചു കളയുന്നു. നാലപ്പാടിൻ്റെ കിടപ്പറ കണ്ടിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ അന്തസ്സുള്ള ഒരു സമ്പ്രദായം തീർച്ചയായും ഓർമ്മയുണ്ടാവും. പക്ഷേ ആസ്പത്രി കട്ടിലൊന്നല്ല, മരത്തിൻ്റെ സാധാരണ നമ്മുടെ തറവാടുകളിലുള്ള കട്ടിലാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തെക്കുറിച്ച് സുഹൃത്തിന് എഴുതിയത്, ആകപ്പാടെ എന്താണ് ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഭയപ്പെടാനുള്ളത്? ഞങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാൾ എപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ട്. പിശാചിന് ഇതിലെ കടന്നു പോകാം, പക്ഷേ ദയാലുവായ ഈശ്വരൻ ഇവിടെ താമസിക്കുന്നു. ഇതാണ് ആ അനിയത്തിക്ക് ഏട്ടനെ പറ്റിയുള്ള അഭിപ്രായം. എൻ്റെ അമ്മാമ്മനെ പറ്റിയുള്ള അഭിപ്രായം ഇത് തന്നെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇത്ര സാമ്യം വന്നത്, സാദൃശ്യം വന്നത് എന്നുള്ളത് അത്ഭുതം തന്നെയാണ് ശരിക്കും. ഒരാചാര്യനിലുള്ള, വിശേഷിച്ചും ഒരു മെത്രാനിലുള്ള ധർമ്മശീലത്തിൻ്റെ ഒന്നാമത്തെ തെളിവ് ദാരിദ്ര്യമാണ് എന്നാണ് ഹ്യൂഗോ പറയുന്നത്. ഒരുപാട് ദാരിദ്ര്യം സഹിച്ചിട്ടുള്ള ആളുമാണ് നാലപ്പാട്. മനുഷ്യൻ പിന്നിൽ നിന്ന് പിടിച്ചുന്തി കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? നമ്മളെ ആരെങ്കിലും ഒന്ന് പിടിച്ച് ഉന്തി മുമ്പിലേക്കാക്കണം. ആത്മക്ഷേമ പരിത്യാഗമാകുന്ന ഒരു രോഗമൂർച്ചയിൽ പെട്ടിട്ടുള്ള ഋഷി വലിയ അപകടം പിടിച്ച അയൽപക്കക്കാരനാണ്. അയാൾ സംസർഗം കൊണ്ടുള്ള സംക്രമഗുണത്തിലൂടെ ഒരു മാറ്റിയാൽ മാറാത്ത ദാരിദ്ര്യത്തെ മേൽപോട്ട് കയറി കിട്ടാൻ ഉപയോഗപ്പെടുന്നവയായ സന്ധികൾ കൊടുക്കും. ഒരു മുറുക്കത്തെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിലധികം സന്യാസശീലത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. ഈ പരന്നു പിടിക്കുന്ന മനോഗുണത്തെ ആളുകൾ ഒഴിഞ്ഞു വയ്ക്കുന്നു. ഇങ്ങനെയാണ് മോൺസിഞ്ഞർ ബിയാങ്വെന്യുവിന് ഏകാന്ത സ്ഥിതിയായത് എന്നാണ് ഹ്യൂഗോ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഹ്യൂഗോൻ്റെ ഉദ്ധരണികളാണ് ഞാനീ പറയുന്നത്. എല്ലാവട്ടും എൻ്റെതായ ഒരു വാക്ക് പോലുമില്ല. ജയം വല്ലാത്തൊരു വികൃത വസ്തുവാണ്. അതിനുള്ള യോഗ്യതാ ഛായ ആളുകളെ വഞ്ചിക്കുന്നു. സാധാരണന്മാർക്കിടയിൽ ജയത്തിന് ഏകദേശം ഒരു മഹത്വത്തിൻ്റെ ആകൃതിയുണ്ട്. ത്രാണിയുടെ വേഷം കെട്ടുന്ന ആ ജയത്തിന് ഒരു പൊട്ടനെ കിട്ടിയിരിക്കുന്നു. ചരിത്രം ഷോഡതിയിൽ ആദ്യത്തെ നറുക്ക് കയ്യിലാക്കുക. അതാ നിങ്ങൾ സമർത്ഥനായി. കാര്യം സാധിക്കുന്നവൻ വന്ദിക്കപ്പെടുന്നു. ചുണ്ടത്തൊരു വെള്ളിക്കൈയിലുമായി ജനിക്കുക, സകലവും അതിൽ കിടക്കുന്നു. ഭാഗ്യമുണ്ടാവട്ടെ, മറ്റുള്ളത് എന്തും നിങ്ങൾക്കായി ആകെയുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടി. സുഖിയാവുക. ആളുകൾ നിങ്ങളെ മഹാനെന്ന് കരുതും. അതാത് കാലത്തുള്ളവരുടെ ബഹുമാനം നോട്ടക്കുറവല്ലാതെ മറ്റൊന്നുമല്ല. അതായത് ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടുന്ന ബഹുമാനം ആൾക്കാരുടെ നോട്ടക്കുറവല്ലാണ്ട് ശരിക്കുള്ള മഹത്വമല്ല എന്നാണ് പറയുന്നത്. ആധാരങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥൻ പ്രജാസഭയിലെ അംഗമാവുകയോ, നാടകകൃത്ത് ഒരു പ്രധാന കൃതി രചിക്കുകയോ, ഒരു നപുംസകത്തിന് അനവധി ഭാര്യമാരെ കിട്ടുകയോ, ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യിക്കുകയോ, ഒരു ഡോക്ടർ 4 ലക്ഷം ഫ്രാങ്ക് ആദായമുണ്ടാക്കുകയോ, ഒരു ഉണ്ടിക കച്ചവടക്കാരൻ 80 ലക്ഷത്തെ പ്രസവിപ്പിക്കുകയോ, മതപ്രാസംഗികൽ മെത്രാനാവുകയോ, ഒരു കലവറക്കാരൻ ധനകാര്യമന്ത്രിയാവുകയോ ചെയ്താൽ സാധാരണക്കാരൻ അതിനെയും
ബുദ്ധി അതിശയം എന്ന് വിളിക്കും. എന്ത് കറക്റ്റാണ് ഹ്യൂഗോ പറഞ്ഞ കാര്യം ഇന്നും പ്രസക്തമാണെന്നുള്ളത് ആലോചിക്കണം. ചേറ്റുകുണ്ടിലുള്ള അയഞ്ഞ ചളിയിൽ താറാവിൻ്റെ അടികൾ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ഇരുൾക്കുഴിയിലെ നക്ഷത്രക്കുറികളെ ആളുകൾ ആകാശത്തുള്ള നക്ഷത്രഗോളങ്ങളായി തെറ്റിദ്ധരിക്കുന്നു, കൂട്ടിക്കലർത്തുന്നു. അതാണ് ഹ്യൂഗോ പറഞ്ഞിരിക്കുന്നത്.